സ്പോട്ട് ഡബിങ്ങിന് നമ്മളോടൊപ്പം എത്താൻ പോകുന്നു എബിൻ. എബിൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളാണ്. എബിന് എല്ലാ സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യാം. എബിന്റെ ഒരു പ്രത്യേകത ജയറാമേട്ടന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എബിൻ വിജയിനെയാണ് ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത്. പക്ഷേ എബിനെ ഇത് പഠിച്ചത് എവിടെ? എബിൻ, ഞാനൊരു കടുത്ത വിജയ് ആരാധകനാണ്. വിജയുടെ സിനിമ കണ്ട് തന്നെയാണ് ഈ ഡയലോഗെല്ലാം പഠിച്ചത്. വിജയുടെ സിനിമ കണ്ട് പഠിച്ച ഡയലോഗുകളാണ്, ഓരോന്നായിട്ട് കാത്തിരുന്ന് കണ്ട് പഠിച്ച ഡയലോഗുകളാണ്. അപ്പോ അങ്ങനെ നമുക്ക് അടുത്തലോട്ട് കിടക്കാം. സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് എവിടെയാണെന്നറിയാലോ, ജയറാമേട്ടന്റെ. അപ്പോ നമുക്ക് എന്തായാലും അവിടെ വന്ന് ഓക്കെ, ഗോ ഓൺ പ്ലീസ്. இல்ல நீங்க இல்ல நிறைய பேர் சொன்னீங்க என்ன வந்து பாக்குறதுக்கு பெரிய சான்ஸ் அப்படி இப்படின்னு சொன்னீங்க. நான் ரொம்ப சாதாரணமான ஒரு மனுஷன், அவ்வளோ இதெல்லாம் கிடையாது. ஸோ தேங்க்யூ, எல்லாரோட விஷஸுக்கு ரொம்ப ரொம்ப தேங்க்ஸ். அடுத்தது 5000 கோடி எப்படி 5000 கோடி கடன் வாங்குற ஒரு பியர் ஃபேக்டரி ஓனர். என்னால அந்த கடனை கட்ட முடியலன்னு கை தூக்குறாங்க. ஆனா அவன் தற்கொலை பண்ணிக்கல. அவனுக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. ஆனா 5000 ரூபாய் கடன் வாங்குற ஒரு விவசாயி அது கட்ட முடியாம வட்டி மேல வட்டி ஏறி பூச்சி மருந்து குடிச்சு தற்கொலை பண்ணிக்கல. எல்லாம் கவனிக்க சிட்டியில் இருக்கணுங்க ஒன்றும் நேரம் இல்ல. இது சொல்லத்தான் டிவி சேனல் கிட்ட கேட்டோம். ஆனா டிவியில லேகியம் விற்கவும் சமையல் செய்யவும் டான்ஸுக்கு மார்க் போடுறதுக்கு டைம் இருக்கு. ஒரு கிராம் அடின்னு சொன்னா 2 நிமிஷம் இல்ல. ചേട്ടനെതിരെ ഒരു കേസ് തിരിച്ചു വാങ്ങാൻ വന്നതാണ്. പേരെന്താ? അല്ല, നിങ്ങളുടെ പേരാ ചോദിച്ചത്. ജോസഫ് കുരുവിള. ജോസഫ് മുമ്പ് എവിടെയോ കണ്ടതുപോലെ. ജാർഖണ്ഡില് നമ്മൾ ഒരുമിച്ച് IPS ട്രെയിനിങ്ങിന്. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എന്റെ വല്യപ്പച്ചൻ നിക്കോലാസ്, അത് കഴിഞ്ഞ അപ്പച്ചൻ കുരുവിള, ഇപ്പോൾ ഞാനും. ഒരു ചെറിയ ആക്സിഡന്റ്. അയാൾ ഈ ചേട്ടന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇനി അതിന്റെ മേളിൽ ഒരു പ്രശ്നം വേണ്ട, അതാം പ്രാതി തിരിച്ചു മേടിക്കാൻ വന്നത്. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ? ഇവൻ ഈ സാധനം ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡബിംഗ് ഇത്രയും ഒരു സിങ്കോട് കൂടി എന്തുമാത്രം ഒരു ആരാധനയായിരിക്കണം അല്ലേ? അത് എന്നാലും ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് ഗംഭീരമായിരുന്നു, എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ആ സംഭവം മാത്രമല്ല, എടുത്ത എഫേർട്ട്. അപ്പോ വിജയ് ഇപ്പോ അച്ചായൻസ് സിനിമയുടെ കാര്യം പറയാൻ വന്നേക്കാണ്. ഇപ്പൊ ജയറാമേട്ടൻ ഇവിടെ ഉണ്ട്. എന്തായിരിക്കും വിജയ് പറയാ? ഞാനിവിടെ അങ്ങോട്ട് ചോദിക്കാം. ഹായ് വിജയ് സാർ, വണക്കം. ஹலோ ஜெயராம் சார், எப்படி இருக்கீங்க? நல்லா இருக்கா? நல்லா இருக்கேன். ஹலோ சார், ஐ எம் வெயிட்டிங் உங்களோட படத்துக்காக. நம்ம ரெண்டு ஒரு படம் செய்திருக்கேன், இந்த துப்பாக்கி படம். துப்பாக்கி நம்ம சேர்ந்து பண்ணிருக்கேன். உங்களுக்காக நான் படத்துல ஒரு பாட்டு பாடுறேன். ஓ ப்ளீஸ். கூகுள் கூகுள் பண்ணி பார்த்தேன் உலகத்தில், இவ போல இங்க இன்னொருத்தி பிறந்ததில்ல. யாஹூ யாஹூ பண்ணி பார்த்தோம் இவளை போல இந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. താങ്ക്യൂ സാർ. ഭയങ്കര. തീർച്ചയായും നേരിട്ട് കണ്ടിട്ടുണ്ട് വിജയനെ? ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വിജയാണെന്ന് കാണണം. അത് ഞാൻ സാധിപ്പിച്ചു തരാം.